ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നടന്ന് നടന്ന് അവനൊരു വലിയ പുഴയുടെ കരയിലെത്തി. പുഴയാണെങ്കിൽ നല്ലോണം പരന്നു കിടക്കുകയാണ്. ഇത് എങ്ങനെ മുറിച്ചു കടക്കുമെന്ന് ആലോചിച്ച് അവൻ അവിടെ തന്നെ കൂടി. നേരം കുറേ പോയിട്ടും ഒരു വഴിയും തെളിഞ്ഞില്ല. അവസാനം ഇന്ന് വീട്ടിലെത്താൻ പറ്റില്ല എന്ന് കരുതി അവൻ നിരാശനായി ഇരുന്നു. അപ്പോഴാണ് പുഴയുടെ അപ്പുറത്തെ കരയിൽ ഒരു ഗുരുനാഥൻ നിൽക്കുന്നത് അവൻ കണ്ടത്. അവന് പെട്ടെന്ന് ഇത് കണ്ട ആശ്വാസമായി. അവൻ കൈകൾ വീശി ഉറക്കെ വിളിച്ചു ചോദിച്ചു, "അല്ലയോ ഗുരുവേ, എനിക്ക് അപ്പുറത്തെ കരയിലേക്കൊന്ന് എത്തണമായിരുന്നു. ഈ പുഴ കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ഞാൻ എങ്ങനെയാണ് അക്കരെ എത്തുക?" ഗുരുനാഥൻ ഇത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പുഴയുടെ ഇരുവശത്തേക്കും നോക്കിയ ശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു, "അല്ല മകനെ, നീ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അക്കരെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അക്കരെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട്. ഒരാൾക്ക് ഇക്കരയാകുന്നത് മറ്റൊരാൾക്ക് അക്കരെയാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ നിമിഷത്തെയും ആ സ്ഥാനത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മുടെ പല സങ്കടങ്ങൾക്കും കാരണം. സന്തോഷം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് നമ്മൾ നിൽക്കുന്ന ഇടത്തെ തിരിച്ചറിയലാണ്." ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നടന്ന് നടന്ന് അവനൊരു വലിയ പുഴയുടെ കരയിലെത്തി. പുഴയാണെങ്കിൽ നല്ലോണം പരന്നു കിടക്കുകയാണ്. ഇത് എങ്ങനെ മുറിച്ചു കടക്കുമെന്ന് ആലോചിച്ച് അവൻ അവിടെ തന്നെ കൂടി. നേരം കുറേ പോയിട്ടും ഒരു വഴിയും തെളിഞ്ഞില്ല. അവസാനം ഇന്ന് വീട്ടിലെത്താൻ പറ്റില്ല എന്ന് കരുതി അവൻ നിരാശനായി ഇരുന്നു. അപ്പോഴാണ് പുഴയുടെ അപ്പുറത്തെ കരയിൽ ഒരു ഗുരുനാഥൻ നിൽക്കുന്നത് അവൻ കണ്ടത്. അവന് പെട്ടെന്ന് ഇത് കണ്ട ആശ്വാസമായി. അവൻ കൈകൾ വീശി ഉറക്കെ വിളിച്ചു ചോദിച്ചു, "അല്ലയോ ഗുരുവേ, എനിക്ക് അപ്പുറത്തെ കരയിലേക്കൊന്ന് എത്തണമായിരുന്നു. ഈ പുഴ കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ഞാൻ എങ്ങനെയാണ് അക്കരെ എത്തുക?" ഗുരുനാഥൻ ഇത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പുഴയുടെ ഇരുവശത്തേക്കും നോക്കിയ ശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു, "അല്ല മകനെ, നീ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അക്കരെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അക്കരെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട്. ഒരാൾക്ക് ഇക്കരയാകുന്നത് മറ്റൊരാൾക്ക് അക്കരെയാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ നിമിഷത്തെയും ആ സ്ഥാനത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മുടെ പല സങ്കടങ്ങൾക്കും കാരണം. സന്തോഷം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് നമ്മൾ നിൽക്കുന്ന ഇടത്തെ തിരിച്ചറിയലാണ്.